ഹലോ ഗൈസ്, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ ദേ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറിട്ടോ, വീണ്ടും ഒന്ന് അമ്പലത്തിൽ പോകാനുള്ള കാരണം കേട്ടോ നല്ല ഡ്രസ്സിൽ തന്നെ നിൽക്കുന്നത്. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശയുടെ കൂടെ പപ്പടം വറക്കാൻ കേട്ടോ. അങ്ങനെ എനിക്ക് പപ്പടം എരിവിട്ട് കഴിക്കണം എൻ്റെ ഇഷ്ടം, ഇങ്ങനെ മസാല പപ്പടം ഇട്ട്. ഇനി ദോശയും സാമ്പാറും പപ്പടമൊക്കെ കഴിച്ചതിന് ശേഷം റൂമൊക്കെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൽ പോകുന്ന നേരം റൂമൊന്നും ഒതുക്കിയിട്ടുണ്ടായില്ല. അങ്ങനെ അതേ റൂമിൽ കട്ടിലൊക്കെ വിരിച്ചിടാൻ കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണ് കേട്ടോ, നമ്മുടെ പൂർണ്ണത്രേശൻ്റെ മണ്ണിലാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പഠിക്കുവാണ്. ഞാൻ പഠിക്കുകയാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുവാണ്. അങ്ങനെ ആ റൂമൊക്കെ ഒതുക്കി കുറച്ച് സമയം ഫോണൊക്കെ തോണ്ടിയിരുന്നേ. പിന്നെ വീണ്ടും അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു, സപ്താഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആവുകയാണ് കേട്ടോ. മുടിയൊക്കെ ഒന്ന് കെട്ടി ജസ്റ്റ് പൗഡറൊക്കെ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കണ്ണൊക്കെ അമ്പലത്തിൽ പോകുന്നേരം രാവിലെ വീണ്ടും എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ദേ നമ്മുടെ ഓക്സിക്കൂട്ടൻ ആദ്യം ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വണ്ടി ഇറക്കണ്ട കാരണം അവനെ ഞാൻ പിടിച്ച് അങ്ങനെ അവനെ അകത്താക്കിയിട്ട് ഞാനും അമ്മയും കൂടെ അതേ പോകാണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം, മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ സപ്താഹത്തിന് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. ഞാനും അമ്മയോടെ വേഗം കേട്ടോ പോയിട്ടുണ്ടായിരുന്നു, കാരണം സപ്താഹം തീർന്നിട്ടുണ്ടോ എന്താണ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഒരു കൃഷ്ണനെയൊക്കെ അവർ നല്ലോണം ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം കുറേ ആൾക്കാരായിരുന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ സപ്താഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പോൾ തീർന്നിട്ടുണ്ടായില്ല കേട്ടോ, അരമണിക്കൂർ കൂടെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് ഇറങ്ങുവാണ് കേട്ടോ. നേരെ വീട്ടിലോട്ടാണേ പോണേ. വീട്ടിൽ ചെന്ന് സുഖമായിട്ടൊരു ഉറക്കം പാസ്സായി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് അത്യാവശ്യം മൂടിയ ക്ലൈമറ്റ് നമുക്ക് പുറത്തോട്ട് പോയാലോ എന്ന് ചോദിച്ചു, ചുമ്മാ നടക്കാൻ. അങ്ങനെ നടക്കാൻ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞത് നേരെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലൊന്ന് കയറിയപ്പോൾ അമ്മ അധികം വഴക്കൊന്നും പറഞ്ഞൊന്നും ഇല്ല കേട്ടോ, മഴ നനഞ്ഞപ്പോൾ. പിന്നെ അങ്ങനെ ഞങ്ങളിതേ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. കുറച്ച് സമയം അവിടെയും ചെന്നിരുന്ന് കത്തി വെച്ചതിന് ശേഷം ഞങ്ങളിതേ വീട്ടിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ തന്നെ ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ രാത്രി ഞാൻ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊത്തു ചപ്പാത്തിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്.